ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിജിത. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ദിവസം ഉണ്ടെങ്കിൽ ഞാൻ മെല്ലെ ഒന്ന് നേരത്തെ എഴുന്നേൽക്കൂട്ടോ. അല്ലാത്ത ദിവസമൊക്കെ ഇത്തിരി മടിയാണ് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് ഞാൻ കുറച്ച് നേരം അകത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞടക്കളയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഉണ്ണി സാഗരേട്ടൻ എന്താ ചെയ്യണമെന്ന് നോക്കിയപ്പോൾ അവർ രണ്ടുപേരും നല്ല ഉറക്കമാണ് കേട്ടോ. കാലത്തെ പാലൊക്കെ കൊടുത്ത് ഉണ്ണിയുടെ ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അകത്ത് പോയി കുറച്ച് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് വരുമ്പോഴേക്കും അവർ വീണ്ടും ചെറിയൊരു ഉറക്കമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കാലത്ത് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കണം കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പോൾ ഉണ്ണിക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ഷർട്ടും ട്രൗസറാണ് കേട്ടോ. 6 to 9 മന്ത് സൈസിലാണ് എടുത്തിരിക്കുന്നത്. 6 to 9 മന്ത് സൈസുകളാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് കേട്ടോ. ഇതിന് 700 സംതിങ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഞാൻ ഈ 2 കളറുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കോട്ടൻ്റെ ഷർട്ടും ട്രൗസറും ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. റേറ്റ് വരുന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഇടുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് അലക്കിടാനുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഇതും അലക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയതെല്ലാം ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കാലത്തത്തെ ചെറിയ പണികളൊക്കെ കഴിഞ്ഞു. ഉണ്ണീന് പാല് കൊടുത്ത് ഞാൻ ഉറക്കി കേട്ടോ. അപ്പോൾ ഞാനൊരു CCTV ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട് റൂമിൽ. അപ്പോൾ നമുക്കിങ്ങനെ ഫോണിൽ നോക്കിയാൽ മതി അവൻ എഴുന്നേൽക്കുകയാണെങ്കിൽ വേഗം ഓടിച്ചെല്ലാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുളിച്ച് റെഡിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഇത്തിരി തിരക്ക് പിടിച്ചിട്ടുള്ള റെഡിയാവലും കാര്യങ്ങളൊക്കെ ആയി കാരണം ശരിക്കൊരു വ്ളോഗ് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഞാൻ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ടായിരുന്നു, 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ ഒരു ഫുഡ് കഴിക്കുന്ന ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ എത്തുമ്പോഴേക്കും. അപ്പോൾ അമ്മ നല്ല അടിപൊളി സാമ്പാറും ഉപ്പേരിയും പപ്പടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അത് കഴിച്ചു. അമ്മയുടെ കറികളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയും ശിവവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ വരുമ്പോഴേക്കുള്ള അണികളൊക്കെ എഴുതലും പിന്നെ ഇതിവിടെ കൈയൊക്കെ ഇങ്ങനെ പതിപ്പിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തു. ഈ പ്രാവശ്യം 5 പറയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണീനെ കൊണ്ട് വെപ്പിക്കാമെന്ന് അമ്മ ഇങ്ങനെ അമ്പലത്തിൽ നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ 5 പറ ഉണ്ണീനെ കൊണ്ട് വെക്കാമെന്നാണ് വിചാരിക്കണത്. ഇവിടെ അടുത്തൊരു ദേവിയുടെ അമ്പലത്തിലെ പറയാണ് കേട്ടോ. അത് വീട്ടിലേക്ക് വരും. ഓരോ വീടുകളിൽ കയറി ഇങ്ങനെ ഇറങ്ങിയിട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഒരു സന്ധ്യയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാനിതാ ഇങ്ങനെ ഒരു ധാവണിയൊക്കെയാണ് കേട്ടോ എടുത്തത്. കുറേ നേരമായിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് ചോറുണ്ട് കഴിഞ്ഞ് അപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ പറ വരും എന്ന് വെച്ചിട്ട് ചെറിയ കൊട്ടൊക്കെ കേട്ട് തുടങ്ങുമ്പോഴാണ് കേട്ടോ നമ്മളിവിടെ പറകളെല്ലാം ഒരുക്കി റെഡിയാക്കുക. പക്ഷെ നമ്മൾ ഉച്ചയായിട്ടും പറയുടെ സൗണ്ടും കാര്യങ്ങളും ഒന്നും കേൾക്കാറില്ല കേട്ടോ. നല്ല നേരം വൈകിട്ടാണ് ഈ പ്രാവശ്യം പറ എത്തിയത് കേട്ടോ. അല്ലെങ്കിൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്താറുണ്ട്. ഈ പ്രാവശ്യം വളരെ നേരം വൈകി കേട്ടോ. ഈ ഒരു ബ്ലൗസ് ഞാൻ ഉണ്ണിയുടെ പേരിടലിന് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ടിഷ്യൂൻ്റെ സ്കേർട്ടും ഷോളും പെയർ ചെയ്തതാണ്. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഈവനിങ് ആയപ്പം ഏകദേശം പറ വരാറായി എന്ന് പറഞ്ഞപ്പോൾ ഒരു 5 മണിക്ക് 6 മണിക്ക് ആവാറായപ്പോഴേക്കും ഞങ്ങളെല്ലാം ഒരുക്കി സെറ്റാക്കി കേട്ടോ. പിന്നെ സാഗരേട്ടനും ശിവുവിനൊക്കെ ഒന്ന് ബോറടിച്ച് തുടങ്ങിയപ്പോൾ ഓല വെച്ചിട്ട് PP വാച്ച് പിന്നെ കണ്ണട അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ണിയാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. ശിവുവിന് വേണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. അടിപൊളി അങ്ങനെ 7 മണിയായിട്ടുണ്ട് കേട്ടോ പറ വരുമ്പോൾ. മുൻപൊക്കെ 4 മണി 5 മണിക്ക് ആകുമ്പോഴേക്ക് എത്താറുണ്ട് കേട്ടോ. ഇന്ന് എന്താവോ നല്ല ലേറ്റായി. അപ്പോൾ നമ്മൾ ഉണ്ണിക്ക് മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊടുത്തു. సతమై శంఖ చక్రాల సందుల వైడూర్యము సతమై శంఖ చక్రాల సందుల వైడూర్యము గతియై మమ్ము గాచి కమలాక్షుడు గతియై మమ్ము గాచి కమలాక్షుడు
వచ్చే కమలాక్షుడు ముద్దుగారే ముద్దుగారే యశోద మూకిడి ముత్యము వీడు దిత్తరాణి మహిమల దేవకీ సూతుడు ముద్దుగారే యశోద മുത്തുകരയ അങ്ങനെ തലേ ദിവസത്തെ പറയൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസമാണ് കേട്ടോ ഇന്നാണ് ശിവരാത്രി. അപ്പോൾ ഞങ്ങൾ കാലത്ത് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അമ്മ ഇഡ്ഡലി സാമ്പാർ നാളികേര ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയാണ്. ഉണ്ണിയാണെങ്കിൽ നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു കേട്ടോ അമ്മയുടെ മടിയിലിരുന്നിട്ട്. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ണീനൊക്കെ കുളിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും കുളിച്ചൊന്ന് റെഡിയായി അമ്പലത്തേക്ക് പോകാമെന്ന് മാത്രമാണ് വിചാരിക്കുന്നത് കേട്ടോ. പൂരത്തിനൊന്നും പോകാൻ പറ്റില്ല, കാരണം നല്ല സൗണ്ടായിരിക്കും, മാത്രമല്ല നല്ല പൊടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ണീനെ കൊണ്ടൊന്നും പൂരത്തിൻ്റെ ഇടയിലേക്കൊന്നും പോകാനായിട്ട് പറ്റില്ല. ഞാനൊരു കൊല്ലത്തോളമായിട്ടുണ്ടാവും ഇങ്ങനെ പൂരത്തിനും അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോയിട്ട് കേട്ടോ. പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും സൗണ്ട് അധികം പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴും അധികം പോയിട്ടില്ല. ഇപ്പോൾ ഉണ്ണിയായപ്പോഴും അങ്ങനെ ഒട്ടും പോകാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. നിങ്ങളൊക്കെ എപ്പോഴാണ് തിയേറ്ററിലേക്കും അതേപോലെ പൂരത്തിനും ഒക്കെ അങ്ങനെ പോയി തുടങ്ങിയത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഉണ്ണിക്കൊരു വയസ്സൊക്കെ ആയിട്ട് പോവാം എന്നാണ് ഞങ്ങൾ വിചാരിക്കണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞു. ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ ഈ കൈയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വായിൽ വെക്കില്ല പണി. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 5 മാസം വരെ കുഴപ്പമില്ല, അതിനപ്പുറം അങ്ങനെ കൈ വായിലിടാനായിട്ട് സമ്മതിക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 4 മാസമാണ്, അപ്പോൾ അതുകൊണ്ട് വെറുതെ വിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ട്രൗസറും അതേപോലെ തന്നെ ഷർട്ട് ഇട്ട് കൊടുത്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്, നല്ല കംഫർട്ടും ഉണ്ടാവാൻ, നല്ല മെറ്റീരിയലാണ് കേട്ടോ. നമ്മൾ വളരെ നേരത്തെ അമ്പലത്തിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ണിയൊക്കെ ആയ കാരണം നമ്മൾ എണീക്കലും കാര്യങ്ങളൊക്കെ ചെയ്യലൊക്കെ ഇത്തിരി സ്ലോ ആയി പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത് കേട്ടോ. ഞാനൊരു സെറ്റ് മുണ്ടും പിന്നെ ബ്ലൗസൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസ് ഇട്ടു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ അമ്പലത്തിൽ എത്തിയപ്പോൾ. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതിട്ട് വേഗം വരാമെന്നാണ് വിചാരിക്കണത് കേട്ടോ. ഞാൻ കൂടെ മിസ്സാവാതെ എല്ലാ കൊല്ലം പോകുന്ന 2 ഉത്സവങ്ങളിൽ ഒന്നാണ് കേട്ടോ ശിവരാത്രി. ഇവിടെ അച്ഛൻ്റെ വീടിൻ്റെ അവിടുത്തെ ഉത്സവത്തിനും കൂടി നമ്മൾ വരാറുണ്ട് കേട്ടോ. പക്ഷെ ഉണ്ണി അതിന് ശേഷം പല ആഘോഷങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുകളും ഇതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങൾക്ക് 2 പേർക്കും അവനാണ്. അതൊന്നാമത്തെ കാര്യം. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സൗണ്ട് ഈ പ്രായത്തിൽ ഒട്ടും പറ്റില്ലല്ലോ. സൗണ്ട് ആയാലും അതേപോലെ ഒരുപാട് ആൾക്കാർ കൂടുന്ന സ്ഥലമായാലും പൊടി ആയാലും അവർക്കധികം പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ സാഗരേട്ടനായാലും കുറേ ആഘോഷങ്ങൾക്കൊന്നും പോയിട്ടില്ല കേട്ടോ ഈ ഒരു കൊല്ലം. പിന്നെ ഞാൻ ഗർഭിണി ആയിരുന്ന സമയത്തത് ഗർഭിണിയായി ഇരിക്കുന്നവർ അധികം സൗണ്ട് കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറയുമല്ലോ, ഉണ്ണികൾക്ക് പേടിയാവും എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെയും കുറേ മിസ്സായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കുറച്ച് നേരം പരിപാടികളൊക്കെ പുറത്തിങ്ങനെ പോകുന്നത് കുറച്ച് നേരം കണ്ടു നിന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നല്ല കൗതുകം തോന്നി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അച്ഛൻ ഇവിടെ നിൽക്കും. അച്ഛൻ ഇതൊക്കെ കണ്ടിട്ടൊക്കെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേ വരുള്ളൂ. ഒരു 3 മണി 4 മണിക്ക് ആകുമ്പോഴേ വരുള്ളൂ കേട്ടോ. ഉച്ചയ്ക്കല്ല, ഒരു വൈകിട്ടാകുമ്പോഴേ വരുള്ളൂ. പിന്നെ ഞങ്ങൾ കോളിഫ്ലവർ വറുത്തതുണ്ടായിരുന്നു, അത് മേടിച്ചു. ഞാനാണെങ്കിൽ മസാലപൂരി ആട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും മേടിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ണിക്ക് എന്തെങ്കിലും കളിപ്പാട്ടം, അധികം അങ്ങനെ കളിക്കാറൊന്നും ആയിട്ടില്ല, എന്നാലും അവനിങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഒരു കുഞ്ഞിക്കോഴീനെ കേട്ടോ വാങ്ങിയത്. അപ്പോഴേക്കും നമ്മളുടെ ബന്ധുക്കളെയൊക്കെ കണ്ടു. കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നു. ഇവർ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് നമ്മളുടെ ബന്ധുക്കളെയൊക്കെ കാണാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ ഒട്ടും വൈകാണ്ട് തിരിച്ച് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. പിന്നെ ആനപ്പിണ്ടത്തിൽ ചവിട്ടി മുടി വളരുന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ടൊന്ന് ചവിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ബന്ധുക്കളോട് വർത്താനം പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഉണ്ണി വേഗം കാറിൽ വന്നിരുന്നു കേട്ടോ. കാരണം നല്ല പൊടിയാണ്. ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കുമ്പോഴാണ് എന്തോരം പൊടിയുണ്ടെന്ന് മനസ്സിലാവണത് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. പോകുന്ന വഴിക്ക് ഒരു ചായയും അതേപോലെ തന്നെ പരിപ്പോടൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ടാറ്റ ബൈ, സീ യു.